നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോവാം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഗജസിംഹയാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം. അപ്പോൾ എന്താണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം? എന്താണ്? ഗജസിംഹയാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ആരാണ്? സമർ അബു എലൂഫാണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത്. ആരാണ്? സമർ അബു എലൂഫാണ്. സമർ അബു എലൂഫിന് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇരു കൈകളും അറ്റുപോയ മഹ്മൂദ് അജോർ എന്ന ബാലൻ്റെ ചിത്രം പകർത്തിയതിനാണ് വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം സമർ അബു എലൂഫിന് ലഭിച്ചത്. വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ്? വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ജൂവൻ ജൂൻ ആണ്. ചൈനയുടെ ജൂവൻ ജൂൻ ആണ് വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? നിപുൺ അഗർവാളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ. ആരാണ്? നിപുൺ അഗർവാളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ. അപ്പോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഗജസിംഹയാണ്. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് സമർ അബു എലൂഫാണ്. വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ജൂവൻ ജൂൻ ആണ്. അത് ചൈനയുടെ ജൂവൻ ജൂവിനാണ് ലഭിച്ചത്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? നിപുൺ അഗർവാളാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ. 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ്? 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഗുമിയാണ്. ഗുമി ദക്ഷിണ കൊറിയയിലാണ്. ഗുമിയാണ് 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. കേരളത്തിലെ പുതിയ അഗ്നിരക്ഷാ സേനാ മേധാവി ആരാണ്? അഗ്നിരക്ഷാ സേനയുടെ പുതിയ മേധാവി, കേരളത്തിലെ അഗ്നിരക്ഷാ സേനയുടെ പുതിയ മേധാവി മനോജ് എബ്രഹാമാണ്. ആരാണ്? മനോജ് എബ്രഹാമാണ് കേരളത്തിൽ പുതിയതായിട്ട് അഗ്നിരക്ഷാ സേനയുടെ മേധാവിയായിട്ട് ചുമതലയേറ്റത് മനോജ് എബ്രഹാമാണ്. പഹൽഗാം ഭീകരാക്രമണം അന്വേഷിച്ച ഏജൻസി ഏതാണ്? പഹൽഗാം ഭീകരാക്രമണം അന്വേഷിച്ചത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അതെന്താണ്? NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കുന്ന ഏജൻസി. അപ്പോൾ 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഗുമിയാണ്. ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. കേരളത്തിലെ പുതിയ അഗ്നിരക്ഷാ സേന മേധാവി ആരാണ്? മനോജ് എബ്രഹാമാണ് കേരളത്തിലെ പുതിയ അഗ്നിരക്ഷാ സേനാ മേധാവിയായിട്ട് ചുമതലയേറ്റത്. പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കുന്ന ഏജൻസി ഏതാണ്? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കുന്ന ഏജൻസി. കാഞ്ചി കാമകോടി പീഠത്തിൻ്റെ ഇളയ മഠാധിപതിയായിട്ട് അഭിഷിക്തനായതാരാണ്? കാഞ്ചി കാമകോടി പീഠത്തിൻ്റെ ഇളയ മഠാധിപതിയായിട്ട് അഭിഷിക്തനായത് ശ്രീസത്യ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി ശങ്കരാചാര്യർ. ആരാണ്? ശ്രീസത്യ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി ശങ്കരാചാര്യരാണ് കാഞ്ചി കാമകോടി പീഠത്തിൻ്റെ ഇളയ മഠാധിപതിയായിട്ട് അഭിഷിക്തനായത്. കേരളത്തിൻ്റെ പുതിയ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസറായിട്ട് ചുമതലയേറ്റതാരാ? രാജേഷ് രവീന്ദ്രനാണ് കേരളത്തിൻ്റെ പുതിയ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസറായിട്ട് ചുമതലയേറ്റത്. ആരാണ്? രാജേഷ് രവീന്ദ്രനാണ്. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റതാരാ? A ജയതിലകാണ് കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത്. ശാരദാ മുരളീധരൻ ഏപ്രിൽ 30 വിരമിച്ച് ആ ഒഴിവിലേക്കാണ് ജയതിലകൻ്റെ നിയമനം. 2026 ജൂൺ വരെയാണ് അദ്ദേഹത്തിൻ്റെ സേവന കാലാവധി. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം കേട്ടോ. അപ്പം കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് A ജയതിലകാണ് ചുമതലയേറ്റത്. ശാരദാ മുരളീധരൻ ഏപ്രിൽ 30 വിരമിച്ചപ്പോഴാണ് A ജയതിലക് ചുമതലയിൽ വന്നത്. അദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 2026 ജൂൺ വരെയാണ്.
അപ്പോൾ കാഞ്ചി കാമകോടി പീഠത്തിൻ്റെ ഇളയ മഠാധിപതിയായിട്ട് അഭിഷിക്തനായത് ശ്രീസത്യ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി ശങ്കരാചാര്യരാണ്. കേരളത്തിൻ്റെ പുതിയ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസറായിട്ട് ചുമതലയേറ്റത് ആരാ? രാജേഷ് രവീന്ദ്രനാണ്. കേരളത്തിൻ്റെ പുതിയ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസറായിട്ട് ചുമതലയേറ്റത് രാജേഷ് രവീന്ദ്രനാണ്. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത് എ ജയതിലകാണ്. 2025 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹം കവിയാണ്, പ്രഭാഷകനാണ്, തിരക്കഥാകൃത്താണ്. അദ്ദേഹത്തിനാണ് 2025 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത്. 75,000 രൂപയും പ്രശസ്തി പത്രവും ഒപ്പം എന്താണ് പത്മരാഗ കല്ലു പതിച്ച ശില്പവുമാണ് പത്മപ്രഭാ പുരസ്കാരത്തിന് പുരസ്കാരമായിട്ട് നൽകുന്നത്. ആധുനിക വയനാടിൻ്റെ ശില്പികളിൽ ഒരാളായിട്ടുള്ള പത്മപ്രഭാ ഗൗഡരുടെ സ്മരണാർത്ഥമുള്ളൊരു പുരസ്കാരമാണിത്. ഏത്? പത്മപ്രഭാ പുരസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ 2025 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആരാണ് പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? ആരാണ് പുതിയതായിട്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായത്? BR ഗവായി ആണ് സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായത്. ആരാണ്? BR ഗവായി. അദ്ദേഹം 52ാമത് ചീഫ് ജസ്റ്റിസാണ് കേട്ടോ. അപ്പോൾ സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായത് BR ഗവായി ആണ്. അദ്ദേഹം 52ാമത് ചീഫ് ജസ്റ്റിസായിട്ടാണ് ദ്രൗപദി മുർമു നിയമിച്ചത്. മഹാരാഷ്ട്ര സ്വദേശിയായിട്ടുള്ള BR ഗവായി അദ്ദേഹം ദളിത് വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന 2ാമത്തെ വ്യക്തിയാണ്. ദളിത് വിഭാഗത്തിൽ നിന്നും ചീഫ് ജസ്റ്റിസ് ആകുന്ന 2ാമത്തെ വ്യക്തിയാണ് ആര്? BR ഗവായി. അപ്പോൾ ദളിത് വിഭാഗത്തിൽ നിന്നും ചീഫ് ജസ്റ്റിസ് ആകുന്ന 1ാമത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് മലയാളിയായിട്ടുള്ള KG ബാലകൃഷ്ണനാണ്. ദളിത് വിഭാഗത്തിൽ നിന്നും ചീഫ് ജസ്റ്റിസ് ആകുന്ന 1ാമത്തെ വ്യക്തി. ദളിത് വിഭാഗത്തിൽ നിന്നും ചീഫ് ജസ്റ്റിസ് ആകുന്ന 2ാമത്തെ വ്യക്തിയാണ് ആര്? BR ഗവായി. അദ്ദേഹം 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ആര്? BR ഗവായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണ്? മുംബൈ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. ഏതാണ്? മുംബൈ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. MICT ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. അതേതാണ്? മുംബൈ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് 2025 മെയ് 2 എന്നാണ്. 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. ഉദ്ഘാടനത്തിന് ശേഷം വിഴിഞ്ഞത്തെത്തിയ സെലസ്റ്റിനോ മരസ്കോ എന്ന മദർഷിപ്പിനെ പ്രധാനമന്ത്രി സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ ഉദ്ഘാടനത്തിന് ശേഷം വിഴിഞ്ഞത്തെത്തിയ മദർഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ സെലസ്റ്റിനോ മരസ്കോ ആണ് ഉദ്ഘാടനത്തിന് ശേഷം വിഴിഞ്ഞത്തെത്തിയ മദർഷിപ്പ്. 2024 ജൂലൈയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ട്രയൽ റൺ നടത്തിയത്. അത് കഴിഞ്ഞിട്ട് ഉദ്ഘാടനം നടന്നതെന്നാണ്, അല്ലെങ്കിൽ രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ്? 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിനായിട്ട് സമർപ്പിച്ചത്. അപ്പോൾ ആദ്യം അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചതിന് ശേഷം എത്തിയ മദർഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ സെലസ്റ്റിനോ മരസ്കോ ആണ്. ഏതാണ്? സെലസ്റ്റിനോ മരസ്കോ ആണ്. ആ മദർഷിപ്പിനെ പ്രധാനമന്ത്രി സ്വീകരിക്കുകയുണ്ടായി. ഉദ്ഘാടനത്തിന് ശേഷം വിഴിഞ്ഞത്തെത്തിയ സെലസ്റ്റിനോ മരസ്കോ എന്ന മദർഷിപ്പിനെ പ്രധാനമന്ത്രി സ്വീകരിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. അപ്പോൾ എന്താണ്? 2025 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ആർക്കാണ്? ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭാ പുരസ്കാരം ലഭിച്ചത്. ആരാണ് പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്? BR ഗവായി ആണ് സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണ്? മുംബൈ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ്? 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്.
ഇവിടെ ഈ ഒരു ചോദ്യം ഒന്നും കൂടി ശ്രദ്ധിച്ചേക്കുക. കേരളത്തിൻ്റെ 50ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത് എ ജയതിലകാണ്. അതുപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കുന്ന ഏജൻസി ഏതാണ്? നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്. ഒപ്പം എന്താണ്? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണ്? ഗജസിംഹയാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം. അപ്പോൾ പിന്നെ ഒപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം കൂടിയാണിത്. 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയതാരാണ്? സമർ അബു എലൂഫ് ആണ്. അദ്ദേഹത്തിൻ്റെ ഏത് ചിത്രത്തിനാണ്? സമർ അബു എലൂഫിൻ്റെ ഏത് ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത്? ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇരു കൈകളും അറ്റുപോയ മഹ്മൂദ് അജോർ എന്ന ബാലൻ്റെ ചിത്രം പകർത്തിയതിനാണ് സമർ അബു എലൂഫിന് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്. ഇതിൽ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ആവർത്തിച്ച് കേട്ട് എന്ത് ചെയ്യുക? ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പഠിക്കാനായിട്ട് ശ്രമിക്കുക.